കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നതായി ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. രാജരാജേശ്വര ദേവസ്ഥാനത്ത് ആടുകളെയും പോത്തുകളെയും പന്നികളെയും ബലി നൽകി. ശത്രുഭൈരവി യാഗത്തിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ಶತ್ರುಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യോഗക്ഷേമ സഭാ അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. രാഷ്ട്രീയ താല്പര്യമാകാം ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് വെറുതെ പറയുന്ന ഒരു സ്റ്റണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും അത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 14 വർഷമായിട്ട് പോയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ഇതൊക്കെ മനുഷ്യനെ കബളിപ്പിക്കാൻ പണം നേടാൻ വേണ്ടിയുള്ള വല്ലതും ചെയ്തെങ്കിൽ, ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ അദ്ദേഹത്തിനോട് പണം വാങ്ങിക്കാൻ വേണ്ടി ചെയ്ത പോലൊക്കെ എനിക്ക് തോന്നുന്നു. ഈ ശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. സർക്കാരിനെ താഴെ ഇറക്കാൻ മൃഗബലി നടന്നെന്ന ഡി.കെ. ശിവകുമാറിന്റെ ആരോപണത്തിൽ കർണാടക പോലീസ് വിവരശേഖരണം തുടങ്ങി. കർണാടക ഇന്റലിജൻസ് അംഗങ്ങൾ കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകും. അരുൺ, ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്, പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണത്തിന് കർണാടക ഉപമുഖ്യമന്ത്രി തയ്യാറായേക്കുമോ? അവിടുത്തെ കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറായേക്കുമോ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. അത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരത്തിൽ മൃഗബലി നടത്തിയത് എന്ന തരത്തിലാണ് ഡി.കെ. ശിവകുമാറിൻ്റെ പ്രതികരണം പുറത്തു വന്നതായ ആരോപണം പുറത്തു വന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ നിരോധിച്ച മൃഗബലി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. അത് രാജരാജേശ്വരി ദേവസ്ഥാനത്ത്, അതെവിടെയാണ്, അത് കൃത്യമായ സ്ഥലത്തിൻ്റെ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. പല അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് ഡി.കെ. ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ചോദ്യത്തിനുണ്ടായ പ്രതികരണമല്ല. ആ ചോദ്യത്തിന് ശേഷം, അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിൽ വിശദമായ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ മൃഗങ്ങളെയാണ് ബലി കൊടുത്തത്, ഏത് രീതിയിലാണ് ഇത് നടന്നത് എന്ന്, ഇതാരാണ് നടത്തിയതെന്നും ആരാണ് ചെയ്യിപ്പിച്ചതെന്നും തനിക്കറിയാം, അതിൻ്റെ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്നതാണ് ഡി.കെ. ശിവകുമാർ പറഞ്ഞത്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യം പറയണം. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ ആ ചോദ്യം ബാക്കിയാവുമ്പോൾ അത്തരമൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഡി.കെ. ശിവകുമാർ നൽകിയിട്ടില്ല. ഇത്തരം വലിയൊരു ഗുരുതര ആരോപണം പ്രധാനപ്പെട്ട ഒരു നേതാവ് ആരോപിച്ചിട്ടും അതിന് കൃത്യമായൊരു വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. ഇതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ വലിയ, അതായത് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവാദ വെളിപ്പെടുത്തൽ എന്ന തരത്തിൽ ഇത് മാറിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഡി.കെ. ശിവകുമാറിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം ഈ ഘട്ടത്തിൽ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെയും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പങ്കുവെക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല. അദ്ദേഹം അത് നടന്നിട്ടുണ്ട് എന്ന് സ്പെസിഫിക്കായി പറയുന്നു. അതിൻ്റെ ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അതെവിടെ കൃത്യമായ സ്ഥലം ഡി.കെ. ശിവകുമാർ ആ വാർത്താ സമ്മേളനത്തിൽ ഈ വളരെ കാഷ്വലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരു പേപ്പറിൽ എഴുതിയ ഒരു സംഗതി വായിക്കുന്നുണ്ട്. അതായത് ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ നടന്ന സ്ഥലം, അതിനെപ്പറ്റിയൊക്കെ ഒരു പേപ്പറിൽ നോക്കിയാണ് വായിക്കുന്നത്. ആ പൂജയുടെ പേരൊക്കെ പേപ്പറിൽ നോക്കിയാണ് വായിക്കുന്നത്. അപ്പോൾ അത് യാദൃശ്ചികമായി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് തയ്യാറായി തന്നെയാണ് വന്നത്. ഇനി അറിയേണ്ടത് അത് നടത്തിയത് ആരാണ്, അതിൻ്റെ വിവരം. കേരളത്തിൽ നിയമവിരുദ്ധമാണ് മൃഗബലി എന്നതുകൊണ്ട് തന്നെ അതൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ചുമതലയുള്ള ഒരാളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ അദ്ദേഹത്തിന് നിയമപരമായ ബാധ്യത പോലും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയും എന്ന് കരുതാം. ഞാൻ അരുണിലേക്ക് വരാം. സജോ, ഇതിലിപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കർണാടകയിൽ നിന്ന് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവരുടെ ദൗത്യം? യഥാർത്ഥത്തിൽ ഈ വിവരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കണമല്ലോ കർണാടക സർക്കാർ. ഇത്
ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അതിന്റെ വിവരങ്ങൾ കൂടി കേരള സർക്കാരിനോട് നിയമപരമായി തന്നെ കർണാടക സർക്കാർ പങ്കുവയ്ക്കേണ്ടതാണല്ലോ അല്ലേ? വിജയകുമാർ, ഒന്നാമത്തെ കാര്യം, കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകുന്ന സൂചനകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത്തരം മൃഗബലികൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതായാലും കണ്ണൂരിനെ സംബന്ധിച്ചുണ്ട് എന്ന് കരുതാൻ വയ്യ. അങ്ങനെ അദ്ദേഹം പറയുന്ന സൂചനകളിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇത്രയും വലിയൊരു മൃഗബലിയൊന്നും നടക്കുന്ന സ്ഥലങ്ങളില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതൊരു വേറൊരു കാര്യമാണ്. മറ്റൊന്ന്, കണ്ണൂരുമായി വളരെ അടുത്ത അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കർണാടക. അവിടെ നിന്ന് ധാരാളം നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ധാരാളം നേതാക്കൾ കണ്ണൂരിലെ വിവിധ കാവുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനത്തിനായും മറ്റും ഒക്കെ വഴിപാട് സമർപ്പിക്കാനും ഒക്കെയായി സ്ഥിരമായി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം എന്ന നിലയ്ക്ക് കൂടി കാണണം. പക്ഷേ അദ്ദേഹം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ സ്ഥലങ്ങളിലൊന്നും ഇത്തരം പ്രത്യേകിച്ച് കോഴി ഗുരുതിയൊക്കെ നടക്കുന്ന ചില കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇദ്ദേഹം പറയും പോലെയുള്ള ആരോപണത്തിൽ പറയും പോലെയുള്ള പ്രത്യേകിച്ച് BJP-യോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണിയുടെ ഒക്കെ കേസുള്ളത് കൊണ്ട് JDS-നെയോ ഒക്കെ ലക്ഷ്യം വെച്ചായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു പക്ഷേ ആചാരപരമായ വിശ്വാസപരമായ കാര്യം എന്നതിനേക്ക് അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ ആരോപണമായി കർണാടകയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിന് സമീപത്ത് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലുള്ളത്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഈ നിലയ്ക്കുള്ള ഒരു മൃഗബലി നടക്കുന്നില്ല എന്നത് വസ്തുതയാണ്. കർണാടകയിൽ നിന്നുള്ള ഇന്റലിജൻസ് സംഘം കണ്ണൂരിലുണ്ട്. അവർ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് അതിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് സംബന്ധിച്ച് ആധികാരികമായ ഒരു വിവരവും കേരള സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് പിന്നാലെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സ്വന്തം നിലയ്ക്ക് തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കർണാടക ഇന്റലിജൻസ് ഇവിടെ എത്തിയ വിവരം കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഇന്റലിജൻസുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്, വിവരങ്ങൾക്ക് അവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒഫീഷ്യലായ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ഏത് നിലയ്ക്കാണെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടെന്ന് കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഈ പറയും പോലെ ആരോപണത്തിൽ പറയും പോലെ ഒരു സംഗതി എവിടെയെങ്കിലും നടന്നതായി ഇതുവരെ അവർക്ക് സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല. മറ്റേതെങ്കിലും സ്വകാര്യ ഇടത്ത് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധനയിൽ മാത്രം പുറത്തു വരേണ്ടതാണ്. എന്തായാലും ഈ വിവരശേഖരണത്തിനായി കർണാടക ഇന്റലിജൻസ് സംഘം ഇപ്പോൾ കണ്ണൂരിലുണ്ട്. യെസ്, അദ്ദേഹം പറയുന്നത് ആടുകളെയും പോത്തുകളെയും പന്നികളെയും ഒക്കെ ബലി നൽകി ശത്രുഭൈരവി യാഗം ആണ് നടന്നത്, അതിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാം എന്നൊക്കെയാണ് DK ശിവകുമാർ പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അതിൻ്റെ വിവരങ്ങൾ കൈമാറുമായിരിക്കും. കാരണം അതൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നു, മൃഗബലി അത് നടന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതെവിടെ നടന്നു, ആര് നടത്തി, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അദ്ദേഹം ഔദ്യോഗികമായി തന്നെ കേരള സർക്കാരിനെ അറിയിക്കും എന്ന് കരുതാം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.